സർഗാത്മകതയും സമരവീര്യവും തുളുമ്പേണ്ട ക്യാമ്പസുകളെ അക്രമ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുന്ന SFIക്കെതിരെ സംസ്ഥാന വ്യാപകമായി വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഭരണത്തിന്റെ തണലിൽ ഒരു സമരം പോലും ചെയ്യാൻ കഴിയാതെ സംഘടനാ സംവിധാനം താറുമാറായി കിടക്കുന്ന SFIക്ക് ക്യാമ്പസുകൾക്ക് അകത്ത് പിടിച്ചു നിൽക്കാൻ ഇതര വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ ആക്രമിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിനകത്ത് SFIക്കാർ നടത്തിയ നഗ്നമായ ജനാധിപത്യ ലംഘനവും വെല്ലുവിളിയും എല്ലാവരും കണ്ടതാണ്. ചരിത്രത്തിൽ ആദ്യമായി കണ്ണൂർ സർവകലാശാലയിൽ 2 ജില്ലാ റെപ്പുകളെ വിജയിപ്പിക്കാൻ UDSFന് സാധിച്ചതും നമ്മൾ കണ്ടു. കാസർഗോഡ് ജില്ലാ റെപ്പ് ജയിക്കാതിരിക്കാൻ SFIക്കാർ നടത്തിയ ജനാധിപത്യ ലംഘനത്തിന്റെ നേർസാക്ഷ്യം ദൃശ്യമാധ്യമങ്ങളടക്കം തത്സമയം റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്നില്ല എന്ന തരത്തിലാണ് SFIയുടെ സംഘടനാ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. കണ്ണൂർ സർവകലാശാലയിൽ മാത്രമല്ല, കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള മഞ്ചേശ്വരം അനന്തപൈ ഗവൺമെന്റ് കോളേജ് മുതൽ തെക്കേ അറ്റത്തുള്ള പാറശാല ഗവൺമെന്റ് കോളേജ് വരെയുള്ള എല്ലാ ക്യാമ്പസുകൾക്ക് അകത്തും അക്രമ രാഷ്ട്രീയം SFI ഇപ്പോഴും നിരന്തരം തുടരുകയാണ്. എതിരാളികളെ കായികമായി ഇല്ലാതാക്കി ക്യാമ്പസുകൾക്കകത്ത് അപ്രമാദിത്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന SFIയുടെ ഗുണ്ടാ സംഘങ്ങളെ നിലയ്ക്ക് നിർത്താൻ പോലീസും തയ്യാറാകുന്നില്ല. അതാണ് ഖേദകരമായ വസ്തുത. കലാലയങ്ങൾക്കകത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന തങ്ങളാണെന്ന് SFIക്കാരൻ നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോഴും എതിരാളികളെ കായികമായി ഇല്ലാതാക്കാൻ അവർ നടത്തുന്ന നീക്കങ്ങൾ ജനാധിപത്യ കേരളത്തിൽ തന്നെ ഭീഷണിയായി മാറുകയാണ്. നിരന്തരം ഇതര സംഘടനകളുടെ സംഘടനാ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന തരത്തിൽ അക്രമം അഴിച്ചുവിടുമ്പോഴും SFI നേതൃത്വത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ SFI നേതൃത്വം ചെയ്യുന്ന അക്രമം തെറ്റാണെന്ന് പറയാനോ CPM തയ്യാറാകുന്നില്ല എന്നതാണ് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്നത്. കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുന്ന CPM നീക്കത്തിനെതിരെ ജനാധിപത്യ കേരളം പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. അക്രമ രാഷ്ട്രീയത്തെ കലാലയങ്ങൾക്കകത്ത് യാതൊരു തരത്തിലും വെച്ചു പൊറുപ്പിക്കാൻ പാടില്ലാത്തതാണ്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും എല്ലാം കൊടിയിൽ മാത്രം ആലേഖനം ചെയ്ത SFIയുടെ ഗുണ്ടാ സംഘങ്ങൾ ഇതര വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ കായികമായി മർദ്ദിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന ചോദ്യത്തിന് നേതൃത്വത്തിന് പോലും ഉത്തരമില്ലാത്ത അവസ്ഥയാണ്. ലഹരിയും അരാഷ്ട്രീയവാദവും അക്രമവും കേരളത്തിലെ ക്യാമ്പസുകൾ ഒരു അർബുദം പോലെ കാണുമ്പോൾ അതിന് വെള്ളവും വളവും നൽകുന്ന സമീപനം SFI ഇനിയെങ്കിലും തിരുത്തിയേ മതിയാകൂ. മുമ്പെങ്ങുമില്ലാത്ത വിധം ജാതിമത വർഗീയ ശക്തികൾ ആർത്തനാദവും അട്ടഹാസവുമായി കേരളത്തിലെ ക്യാമ്പസുകളിൽ കളം പിടിക്കുമ്പോൾ SFIയുടെ അക്രമ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ ഇത്തരം സംഘടനകളിലേക്ക് വിദ്യാർത്ഥികൾ പോകുമ്പോൾ അത് വലിയ വിപത്താണ് നാളുകളിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും ക്യാമ്പസുകൾക്കകത്തും ഉണ്ടാക്കുക. ജനാധിപത്യ ദംശനത്തിന്റെ നിരന്തരമായ വാർത്തകൾ പുറത്തു വരുമ്പോഴും ക്യാമ്പസുകൾക്ക് അകത്ത് ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ തങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന SFIയുടെ പൊള്ളയായ വാദത്തെ തുറന്നു കാണിക്കുകയാണ് വിദ്യാർത്ഥി സമൂഹം ഇപ്പോൾ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അടക്കം SFI ക്രിമിനലുകൾ നടത്തുന്ന പേക്കൂത്തുകൾ പകൽ പോലെ വ്യക്തമാണ്. SFI ഗുണ്ടാ സംഘത്തിന്റെ അതിക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കാത്ത സ്വന്തം നേതാക്കന്മാരെ പോലും ആക്രമിക്കാൻ യാതൊരു മടിയുമില്ലാത്തവരായി താഴെത്തട്ടിലെ പ്രവർത്തകരും നേതാക്കളും മാറി എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ച് യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികളിൽ നിന്ന് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിന് മർദ്ദനമേറ്റ സംഭവം. കലാലയങ്ങളുടെ കളിമുറ്റങ്ങളിൽ കൈബോംബ് കൊണ്ട് കാൽപന്ത് കളിക്കുന്ന SFIയെ നിലയ്ക്ക് നിർത്താൻ ഇനിയും CPMഉം സർക്കാരും തയ്യാറായിട്ടില്ലെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകൾ അരാജകത്വത്തിന്റെ പാതയിലേക്ക് പൂർണ്ണമായും മാറും എന്നതിന് തർക്കമില്ല. അരാഷ്ട്രീയവാദികളും ഗുണ്ടാ സംഘങ്ങളും മയക്കുമരുന്ന് മാഫിയയും കേരളത്തിലെ ക്യാമ്പസുകളെ വരിഞ്ഞു മുറുക്കുമ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് തടയിടാൻ ഇനിയും ഒരു കോടതിയുടെ ഇടപെടൽ ഉണ്ടായാൽ അതിന് കനത്ത വിലയായിരിക്കും വിദ്യാർത്ഥികൾ നൽകേണ്ടി വരിക. സർഗാത്മകതയും പ്രണയവും വിരിയേണ്ട ക്യാമ്പസുകളിൽ നിന്ന് ആസിഡ് ബോംബുകളും പെട്രോൾ ബൾബുകളും കുറുവടികളും പുറത്തേക്ക് വിടുമ്പോൾ എന്ത് ജനാധിപത്യത്തിന്റെയും സോഷ്യലിസത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സന്ദേശമാണ് SFI നൽകുന്നത് എന്ന ചോദ്യമാണ് പൊതുസമൂഹവും ചോദിക്കുന്നത്.
ക്യാമ്പസുകളെ ഈ ഗുണ്ടാ സംഘത്തിന്റെ കൈകളിൽ നിന്ന് മോചിപ്പിച്ചാൽ മാത്രമേ സംഘടനാ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ സാധ്യമാകൂ എന്നാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഒന്നടങ്കം പറയുന്നത്. അരാഷ്ട്രീയതയ്ക്ക് വിത്തുപാകാതിരിക്കാൻ ഇനിയെങ്കിലും SFI നേതൃത്വം ശ്രമിച്ചേ മതിയാകൂ. SFI നേതൃത്വം ഇനിയും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന CPM നേതൃത്വം ഇതിന് തയ്യാറാകേണ്ടി വരും.